എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഡിഷ് ജാംസ് 12 ഫീറ്റ്. ഈ ഡിഷിൽ പെയിൻ്റ് അടിക്കുന്ന ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വിട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് റിബിന് പെയിൻ്റ് അടിക്കുന്നത്. ഷീറ്റിന് നിങ്ങൾക്കറിയാം, ജാംസിൻ്റെ ഡിഷിന് ഷീറ്റുമ്പോൾ തന്നെ പെയിൻ്റ് അടിച്ച് വരുന്നുണ്ട്, കണ്ടല്ലോ, പെയിൻ്റ് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ റിബിന് മാത്രം, ഈ റിങ് മാത്രമാണ് ഇതിന് അലുമിനിയം വരുന്നത്, ഇവിടെയൊക്കെ ഇരുമ്പാണ് വരുന്നത്. ഇതിന് ഉള്ള പെയിൻ്റാണ് അടിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഓള്, ഇതിനുള്ളിൽ ഞാൻ തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി പാർന്നിട്ട് അങ്ങനെ പെയിൻ്റ് നല്ല രീതിയിൽ അടിച്ച് സെറ്റ് ചെയ്തതാണ്. സ്റ്റാൻഡ് വേറൊരു ഡിഷിൻ്റെ സ്റ്റാൻഡ്, ഓപ്സെറ്റ് ഡിഷിൻ്റെ സ്റ്റാൻഡാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ ഡിഷ് സെറ്റ് ചെയ്ത സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ എന്ന സ്ഥലത്ത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് 12 ഫീറ്റാണ്, ജാംസാണ് കമ്പനി. അതേപോലെ തന്നെ അതിന് കൊടുത്തിരിക്കുന്ന LNB ഇൻവെർട്ടോ ബ്ലാക്ക് ആണ്. ഈ ഡിഷ് സെറ്റ് ചെയ്യുന്നത് വീഡിയോൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഞാൻ കുറച്ച് കാണിക്കാം. അതിൻ്റെ ഫോട്ടോസാണ് കാണിക്കുന്നത്. സെറ്റിങ് പൂർത്തീകരിച്ചു. ഇപ്പോൾ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രാക്ക് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ് അല്ലാസ് 39 ഡിഗ്രി. സാറ്റലൈറ്റിനെ കുറിച്ച് പറയുന്ന മുന്നേ ഡിഷ് സെറ്റിങ്ങിനെ കുറിച്ച് പറയാം. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയാം. ഈ ഡിഷ് 2 ദിവസം വെച്ചിട്ടാണ് ഇതിൻ്റെ സെറ്റിംഗ് പൂർത്തീകരിച്ചത്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് മാക്സിമം നന്നാക്കി ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ടൈം എടുത്തിട്ട് ചെയ്തത്. അപ്പം അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഓരോ കമ്പികൾ കെട്ടിയിട്ടുള്ളത് ഒരു റിബിന് 29 കെട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇതേപോലെയുള്ള കെട്ടുകൾ 29 ഒരു റിബിന് വരുന്നത്. അങ്ങനെ 36 റിബാണ് ഈ ഡിഷിന് വരുന്നത്. അതിൻ്റെ ബാക്ക് ഭാഗമാണ് കാണുന്നത്. കെട്ടുണ്ടല്ലോ, ഇത്രയും നല്ല വൃത്തിയായിട്ട്, എത്രത്തോളം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും വൃത്തിയാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡിഷ് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് 12 അടി ഡിഷ് കിട്ടുന്നുണ്ടോ, അതിൻ്റെ അളവ് ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡിലേക്ക് അളക്കുമ്പോൾ 12 അടി കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കണം. അങ്ങനെ ഓരോ റിബും സെറ്റ് ചെയ്യുമ്പോൾ അത്രയും നല്ല രീതിയിൽ ശ്രദ്ധിച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വർക്ക് പൂർത്തീകരിച്ചു. സെറ്റ് ചെയ്തപ്പോൾ ഒരു 12 പോയിന്റ്, ഒരു 2 പോയിന്റ് അല്ലെങ്കിൽ 1 പോയിന്റ്, ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1 പോയിന്റും 2 പോയിന്റും പ്രശ്നമല്ല, അതിൽ കൂടുമ്പോഴാണ് അല്ലെങ്കിൽ അതിൽ കുറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ചെയ്തു. അതിനനുസരിച്ച് കാണാൻ വൃത്തിയുണ്ട്. സിഗ്നലിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിലുള്ള സിഗ്നലും കിട്ടുന്നുണ്ട്. LNB വെച്ച് നോക്കുക. ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സാധാരണ കേബിൻ്റെ സാറ്റലൈറ്റിന് നമ്മൾ LNB വെക്കുമ്പോൾ ഡിഷിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ വലത് കൈൻ്റെ ഭാഗത്തേക്കാണ് LNB വെക്കേണ്ടത്. ഞാൻ ഇടത് കൈൻ്റെ ഭാഗത്തേക്കാണ് വെച്ചത്. കാരണം ഓപ്പോസിറ്റ് വെക്കുമ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന LNB ഇൻവെർട്ടോ LNBക്ക് സിഗ്നൽ കൂടുതലാണ്. അതായത് വെർട്ടിക്കലുള്ള ഹൊറിസോണ്ടാക്കി വെക്കുമ്പോൾ സിഗ്നൽ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ 39 ട്രാക്ക് ചെയ്ത് വെച്ചതാണ്. പക്ഷെ അതിൻ്റെ റിസീവർ ട്യൂൺ ചെയ്യുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം ഈ ഡിഷ് നിൽക്കുന്നത് താമസമില്ലാത്ത വീടാണ്, പുതിയ വീടാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യാനുള്ള സംവിധാനമില്ല. രണ്ടാമത് TV പഴയ മോഡൽ TV ആണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കിട്ടുന്ന സ്ട്രോങ് TPയുടെ സിഗ്നൽ കാണിക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ടൈം
വീഡിയോ എടുക്കുന്ന ടൈം വരുന്നത് 12:48. അതേപോലെ തന്നെ ഈ ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റിൻ്റെ പ്രത്യേകത, ഓരോ സാറ്റലൈറ്റും പ്രത്യേക രീതിയിലാണ് സിഗ്നൽ നമുക്ക് കിട്ടുന്നത്. 39-നെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈകിട്ടാണ് നമുക്ക് സിഗ്നൽ കൂടുന്നത്. സോളിഡ് 720 മീറ്ററിൽ ഇതിൽ കിട്ടുന്ന സ്ട്രോങ് ടിപിയുടെ സിഗ്നൽ കാണിക്കാം. സ്ട്രോങ് TP 12,214, ഹൊറിസോണ്ട് 30,000. ഞാൻ പറഞ്ഞു LNB ഓപ്പോസിറ്റായിട്ട് വെച്ചതുകൊണ്ടാണ് ഹൊറിസോണ്ട് വരുന്നത്, അല്ലെങ്കിൽ വെർട്ടിക്കലാണ് വെക്കേണ്ടത്. ഇത് ഇപ്പോൾ കിട്ടുന്നത് 54, വൈകിട്ട് അത് 61% വരെ സിഗ്നൽ കിട്ടുന്നുണ്ട്. റിസീവർ ട്യൂൺ ചെയ്തപ്പോൾ 16 TP ആണ് ലോക്കായിട്ടുള്ളത്. ചാനലിൻ്റെ എണ്ണം 342. പകൽ ടൈമിൽ ട്യൂൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ചാനലിൻ്റെ എണ്ണം 225. വൈകിട്ടാണ് സിഗ്നൽ കൂടുന്നത്. സിഗ്നൽ കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ചാനലിൻ്റെ എണ്ണവും കൂടും. LNB മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ സ്കാലറിങ്ങും കൂടി കൊടുക്കുകയാണെങ്കിൽ 350 എന്നുള്ളത് 400ൻ്റെ മേലോട്ട് വരും. LNB വെക്കുന്ന രീതി ഒന്നും കൂടി പരിചയപ്പെടുത്താം. LNB വെക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ച TP ഹൊറിസോണ്ടലായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ആ TP ഞാൻ മീറ്ററിൽ കാണിച്ചത്. അത് കറക്റ്റ് വരുന്നത് വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വലത് കൈൻ്റെ ഭാഗത്ത് LNBൻ്റെ സ്ക്യൂ വയ്ക്കുക. അതാണ് കറക്റ്റ്. പക്ഷെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇടത് കൈൻ്റെ ഭാഗത്താണ്. ഇടത് കൈൻ്റെ ഭാഗത്തേക്ക് വയ്ക്കുമ്പോഴുള്ള ഗുണം ഒന്നും കൂടി സിഗ്നൽ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കാൻ കാരണം. പുതിയതായിട്ട് ഇങ്ങനൊരു ജാംസ് ഡിഷ് വാങ്ങാൻ താല്പര്യമുള്ളവർ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.